തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ഗുഡ് മോർണിംഗ്. മോർണിംഗ് റോഷിനി. യെസ്, ഞായറാഴ്ചയായിട്ട് നമ്മൾ പാട്ടുകളിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. വാർത്തകളിലേക്ക് നമ്മൾ അവിടേക്ക് എത്തുകയാണ്. റിനു, ഈ ബാലരാമപുരം തന്നെയാണ്. ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ കൊലപാതകം, അതില് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. അമ്മ ശ്രീധുവിന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ കൊലയ്ക്ക് പിന്നിലെ കാരണം ഇനിയും കണ്ടെത്താനായിട്ടില്ല അല്ലേ റിനു? അതൊരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു. റോഷിനി, ഞായറാഴ്ച എന്ന് കരുതി വാർത്തകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വാർത്തകൾ ഓരോ നിമിഷങ്ങളിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ബാലരാമപുരം കൊലപാതകം തന്നെയാണ് ഇന്നത്തെയും വാർത്തകളിൽ പ്രധാനമായി നിറഞ്ഞു നിൽക്കുന്നത്. പോലീസിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ കേസ്. കാരണം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഈ പ്രതിയെ പിടികൂടി, പ്രതിയെ റിമാൻഡ് ചെയ്തു. പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ്, അല്ലെങ്കിൽ ആ കാരണം എന്താണ് എന്നുള്ളത് ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്നലെയും നിരവധി പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തിനെയും ഇന്നലെ വീണ്ടും വിളിച്ചു വരുത്തിയ കാര്യം. ശ്രീജിത്ത് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത നീക്കണം എന്ന് കൃത്യമായി തന്നെ പറഞ്ഞൊരു പരാതി. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്നലെ വിളിച്ചത്. ഒപ്പം ഈ ശ്രീധു, ഈ കുട്ടിയുടെ അമ്മ ശ്രീധുവിൻ്റെ സുഹൃത്ത് ഷൈജു എന്നറിയപ്പെടുന്നൊരു സുഹൃത്ത്, ആ സുഹൃത്തിനെ ചോദ്യം ചെയ്തു. ഒപ്പം ഇവരുമായി പൈസ ഇടപാടുള്ള നിരവധി പേരെ ഇന്നലെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ബാലരാമപുരം കേസിൽ ഇന്നും ഈ ചില വഴിത്തിരിവുകൾ ഇന്നും ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.